ഡോക്ടർ മേരി ജോർജ് മാം, ആദ്യം തന്നെ മുഖ്യമന്ത്രി വി ഡി സതീഷിൻ്റെ ഒരു ബൈറ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അത് കേട്ട ശേഷം ചോദ്യത്തിലേക്ക് വരാം. നമ്മളൊന്ന് ഇരുന്നേള്, അതിനു മുമ്പ് സമരം ചെയ്യാണ്. എന്തിനാണ് അവർ ചെയ്യാത്ത കാര്യങ്ങൾ, 10 കൊല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ 2 മാസത്തിനാണ് നമ്മൾ ചെയ്യാത്തത്. അല്ല സമ്മതിക്കണ്ടേ? പിന്നെ പറയാം സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ യോഗത്തിൽ, പണ്ട് നമ്മളിതൊക്കെ മറന്നുപോകും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ മറന്നു പോകും പഴയതൊക്കെ. നമ്മളൊന്നും മറക്കില്ല, ഓർത്ത് വെച്ചേക്ക്. ആരും ഉപദ്രവിക്കൊന്നുമില്ല, പക്ഷേ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. റെഡി ആയിട്ടിരുന്നാൽ മതി എല്ലാവരും ആവശ്യത്തിന്. മാം, പ്രതിപക്ഷ സംഘടനകളെ പരിഹസിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു തരത്തിൽ ഒരു പകരം വീട്ടലല്ലേ? അങ്ങനെ കൂടി നോക്കിക്കാണേണ്ടേ? ഒപ്പം തന്നെ PM ശ്രീയിലെ വീഴ്ച, ഹെലികോപ്റ്റർ വിവാദം, PSC സമരത്തിൽ കൃത്യമായിട്ട് ഇടപെടാത്തത്, പ്രളയത്തിനിടെ സ്വർണ്ണക്കട ഉദ്ഘാടനം, അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി സതീഷിൻ്റെ ചുവടുകൾ പതറുകയും തെന്നുകയുമൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ നൽകിയ ആ വമ്പൻ വിജയത്തിൻ്റെ പ്രഭാവലയം മങ്ങി ഇല്ലാതാവാൻ അധിക സമയം വേണ്ടി വരില്ലല്ലോ. സതീശൻ തിരുത്തേണ്ടതുണ്ടോ? എങ്ങനെയാണ് മാഡം ഈ സർക്കാരിൻ്റെ തുടക്കം നമ്മൾ വിലയിരുത്തിയതാണ്, ഇപ്പോഴത്തെ ഈ വീഴ്ചകളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇത് വലിയ വീഴ്ചകളാണോ? എങ്ങനെയാണ് മാഡം ഇതിനെ നിരീക്ഷിക്കുന്നത്? താങ്കളുടെ ഈ ചോദ്യങ്ങളൊക്കെ നിലവാരമുള്ളവയാണ്. ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് താങ്കൾ നിരത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തെ പറ്റി പറയുമ്പോൾ, സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, മറന്നുപോയോ തിരുവാതിരക്കളി? ഈ മുഖ്യമന്ത്രിയുടെ പുകഴ്ത്തുപാട്ടായിട്ട് നടത്തിയ തിരുവാതിരക്കളി മറന്നുപോയോ? സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരാണ്. തിരുവാതിരക്കളിയാകട്ടെ ഏത് കളിയുമാകട്ടെ, കേരളീയം പോലെ എന്തുമാത്രം ചടങ്ങുകൾ നടന്നു. ആ സമയത്തൊക്കെ അതിന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ അവനവൻ്റെ കസേരയും അവനവൻ്റെ മുൻപിലിരിക്കുന്ന ഫയലുകളും കളഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചതും ഓടി നടന്നതും എന്ന് ഓർക്കണം. അങ്ങനെ കാര്യക്ഷമത കളഞ്ഞു കുളിച്ച, ഒരു ഫയൽ നീക്കം പോലും ഇല്ലാതെ ഒരു ഓഫീസിനെ, ഒരു സെക്രട്ടേറിയറ്റിനെ വിട്ടിട്ടാണ് ഇതുപോലെയുള്ള മാമാങ്കങ്ങൾ. എത്ര മാമാങ്കങ്ങൾ നടന്നു എന്ന് താങ്കൾ ഓർമ്മിക്കുന്നുണ്ടോ? ആദ്യം തുടക്കത്തിൽ കേരളീയം, അത് കഴിഞ്ഞ് നവകേരള സദസ്സ്, അതും കഴിഞ്ഞ് പിന്നെ പല തരത്തിലുള്ള ചടങ്ങുകൾ നമുക്കറിയാം. ലോക മലയാള സഭ, അങ്ങനെ പലതും, ലോക കേരള സഭ, അങ്ങനെ പലതും നടന്നു. അതിനുശേഷം ആണല്ലോ ഈ പറയപ്പെട്ട തിരുവാതിര കളി പോലെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മാമാങ്കങ്ങൾ വന്നുകൊണ്ടിരുന്നു. എന്ന് വച്ചാൽ പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിയുടെ ആൾക്കാർ, പാർട്ടി പറയുന്നത് എന്തും ശിരസാവഹിക്കുന്ന, അതിനുവേണ്ടി മാത്രം സെക്രട്ടേറിയറ്റിൽ വന്നിരിക്കുന്ന, പുറംവാതിലിലൂടെ കടന്നു വന്ന ഒരുപാട് പേരുണ്ട് സെക്രട്ടേറിയറ്റിൽ എന്ന് ഓർക്കണം. അങ്ങനെ ഈ പുറംവാതിലിലൂടെ കടന്നു വന്നവർക്കൊക്കെ താൻ എന്ത് ജോലി ചെയ്യാനാണ് കയറി വന്നത് എന്നറിഞ്ഞുകൂടാ. പക്ഷേ പാർട്ടിയുടെ സഹായം കൊണ്ടാണ് കടന്നു വന്നത് എന്നറിയാം. ആ പാർട്ടിയെ സേവിക്കണമെന്നും അറിയാം. എന്നോട് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, അതായത് LDFിലെ ഒരു വലിയ നേതാവിൻ്റെ, ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയും, അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ ഭാര്യ എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരെന്നോട് പറയുകയുണ്ടായി, LDF ഭരണത്തിൽ വന്നാൽ പ്ലാനിംഗ് ബോർഡിലാണെങ്കിലും സെക്രട്ടേറിയറ്റിലാണെങ്കിലും പിന്നെ സഖാക്കളുടെ ഭരണമാണെന്ന് ഓർക്കണം. ഒരു സഖാവിൻ്റെ ഭാര്യയാണ് ഈ പറയുന്നത്. പക്ഷെ അവർ നല്ല ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അങ്ങനെ നല്ലൊരു ഉദ്യോഗസ്ഥയായിരുന്നുകൊണ്ട് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ സഖാക്കൾ ഇടപെടുന്നതും ഒക്കെ അവർക്ക് വലിയ കെറിവുണ്ടാക്കുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ഒരഭിപ്രായം, ഞാൻ ഒരു തരത്തിലും ആ അഭിപ്രായത്തോട്, അതായത് അവരോട് അത്തരം ഈ സഖാക്കളുടെ ഭരണത്തോട് യോജിക്കുന്ന സ്വഭാവക്കാരിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അത് പറഞ്ഞിട്ടുള്ളത്. LDF ഭരണത്തിൽ വന്നാൽ പ്ലാനിംഗ് ബോർഡും പിന്നെ സഖാക്കൾ ഏറ്റെടുക്കും, സെക്രട്ടേറിയറ്റും സഖാക്കൾ ഏറ്റെടുക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ദുർഭരണം അഥവാ ഭരണമില്ലായ്മ നടന്ന 10 വർഷങ്ങളാണ് കടന്നുപോയത്. ആ 10 വർഷങ്ങളുടെ ഫലമാണ് ഇന്ന് നാം
കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ഈ വലിയ വെള്ളപ്പൊക്കം ഓർമ്മിക്കണം. 2000-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 50 വർഷത്തിനിടെയുണ്ടായ ആദ്യത്തെ അതിതീവ്ര വെള്ളപ്പൊക്കമായിരുന്നു. അല്ലാതെ എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്ന വെള്ളപ്പൊക്കമല്ല. അതിൻ്റെ തൊട്ടടുത്ത വർഷവും വെള്ളപ്പൊക്കം ഉണ്ടായി. പക്ഷേ 2018-ലെ അത്ര വ്യാപ്തമായില്ല. തുടർന്നുള്ള വർഷങ്ങളിലൊക്കെ നമുക്കറിയാം, അന്ന് ഗവൺമെൻറ് റൂം ഫോർ റിവർ എന്ന് പറഞ്ഞ് ഡച്ച് പ്ലാൻ നോക്കാൻ പോയി. അവരുടെ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന രാജ്യമാണ്. ആ രാജ്യം എങ്ങനെയാണ് ഇത്തരം പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി അങ്ങനെയാണ് അവിടെ റൂം ഫോർ റിവർ എന്ന ആ തത്വം കൊണ്ടുവന്നത്. പക്ഷേ ആ തത്വം 10 വർഷമായിട്ടും 10 വർഷം 2018 മുതൽ 2026 വരെ 8 വർഷമായിട്ടും അത് നടപ്പാക്കാൻ ചില ചെറിയ ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ചില പുഴകളിൽ നിന്നൊക്കെ മണൽ വാരലുമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ കാര്യമായിട്ടൊന്നും നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് 2 മഴ പെയ്തപ്പോഴേക്കും, അതായത് ഒരു മനുഷ്യനും പ്രതീക്ഷിച്ചിട്ടില്ല. വി.ഡി. സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയേണ്ട. 1-2 മഴ പെയ്യുമ്പോഴേക്കും ഇത്രയധികം ഉരുൾപൊട്ടലുണ്ടാകുമെന്ന്, ഇതുപോലെ പ്രളയമുണ്ടാകുമെന്ന് ഈ കേരളത്തിലെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പിറ്റേന്ന് പ്രഭാതത്തിൽ ആ രംഗങ്ങൾ കാണുമ്പോഴാണ് എല്ലാവരും അന്തം വിട്ടു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ നേരെയല്ല കൈ ചൂണ്ടേണ്ടത്. LDF ഗവൺമെൻറ് 10 വർഷം ഭരിച്ച LDF ഗവൺമെൻറ്റിൻ്റെ നേരെ തന്നെയാണ്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത്, LDF ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നതിന് മുൻപ് നിലവിലിരുന്ന ക്വാറി നിയമം എന്തായിരുന്നു? അതായത് 150 മീറ്റർ ദൂരം ഒരു താമസ മേഖലയിൽ നിന്ന് 150 മീറ്റർ ദൂരം വിട്ടു മാത്രമേ ക്വാറിയിങ് പാടുള്ളൂ, കല്ലുവെട്ടൽ പാടുള്ളൂ. പക്ഷേ ആ നിയമം LDF വന്നിട്ട് ഉടനെ തന്നെ 50 മീറ്റർ എന്ന് കുറച്ചു. ഒന്ന് റെക്കോർഡ്സ് എടുത്ത് നോക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ അറിയാം. അപ്പോൾ ഈ ഒരു വാസസ്ഥലത്തിൻ്റെ 50 മീറ്റർ അപ്പുറം വരെ ക്വാറിയിങ് ആകാം എന്ന് വച്ചാൽ, നല്ല മഴ പെയ്താൽ ക്വാറിയിങ്ങിൽ ഈ പറയപ്പെട്ട മണ്ണിനൊക്കെ ഇളക്കം സംഭവിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉടനെ ഊറി താഴെ ഇറങ്ങും, അവിടെ അതുപോലെ തന്നെ എടുത്തിങ്ങ് പോരും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് ഒന്നാമത്തെ കാരണം. ഈ ക്വാറിയിങ്ങിൻ്റെ ദൂരം 50 മീറ്ററായി കുറച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണമോ ഇനിയുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ഒരു വിഷമവുമില്ല. അതായത് നമുക്ക് നോക്കാം. അതായത് പ്രളയക്കെടുതി ദുസ്സഹമാകുന്നതിന് കാരണം പുഴകളിൽ 44 പുഴകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ പുഴകളിലെല്ലാം മണ്ണും മണലും അടിഞ്ഞു കൂടുന്നതാണ് പ്രളയക്കെടുതി. അതായത് പുഴകളൊക്കെ മണ്ണും മണലും നിറഞ്ഞ് കിടക്കുമ്പോൾ വെള്ളം പെയ്തു വരാൻ തുടങ്ങുമ്പോഴേ വെള്ളം കരകവിയുന്നു. വെള്ളത്തിന് പോകാൻ സ്ഥലം വേണ്ടേ? റൂം ഫോർ റിവർ വേണമല്ലോ. അങ്ങനെ വെള്ളം പ്രാന്തപ്രദേശങ്ങളിലേക്കും ജനജീവിത സാഹചര്യങ്ങളിലേക്കും കടന്നെത്തുന്നു. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ പ്രളയം കഴിഞ്ഞപ്പോൾ, 2018-ലെ പ്രളയം കഴിഞ്ഞപ്പോൾ തന്നെ സർവ്വ നദികളും മണ്ണും മണലും മാറ്റി ജലത്തിൻ്റെ, അതായത് റൂം ഫോർ റിവർ സംജാതമാക്കണമായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, മലമ്പുഴ ഡാമിൽ നിന്ന് മണൽ ശേഖരിച്ചു. ആ സമയത്ത് മലമ്പുഴ ഡാമിൽ നിന്ന് മണൽ ശേഖരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്വാറി മാഫിയായും എംസാൻഡ് മാഫിയായും രംഗത്തെത്തി. മണൽ വാരിയാൽ എംസാൻഡിന് ചിലവില്ല, ക്വാറിയിൽ നിന്നാണല്ലോ എംസാൻഡ് ഉണ്ടാകുന്നത്. അപ്പോൾ മണൽ വാരുകയാണെങ്കിൽ പിന്നെ എംസാൻഡിന് ചിലവ് വരില്ല, അത് അധികപ്പറ്റാകും. അതുകൊണ്ട് ക്വാറി മാഫിയായും എംസാൻഡ് മാഫിയായും കൂടി ഒത്തുചേർന്നു. അവർ ശക്തമായിട്ട് ഈ മണൽ വാരലിനെതിരെ നിന്നു. അങ്ങനെ മണൽ വാരലിനെതിരെ ഈ പറയപ്പെട്ട മാഫിയ നിന്നതുകൊണ്ട് മലമ്പുഴയിലെ മണൽ മാറ്റത്തിന് ശേഷം വേറെ എവിടെയും മണൽ മാറ്റം നടന്നില്ല. അങ്ങനെ മണൽ മാറ്റം നടന്നില്ല. 14 എണ്ണത്തിൽ നിന്നും വർഷം, അതായത് ജിയോളജിസ്റ്റുകൾ പറയുന്നത്, കണക്ക് കൂട്ടിയിരിക്കുന്നത് റവന്യൂ വിഭാഗത്തിൻ്റെ കണക്കനുസരിച്ച് 44 നദികളിൽ 14 എണ്ണത്തിൽ നിന്നും മാത്രം പ്രതിവർഷം 1.7 കോടി ടൺ മണൽ ശേഖരിക്കാമെന്നാണ്. 1.7 കോടി ടൺ മണൽ 14 നദികളിൽ, 44 എണ്ണവും വേണ്ട, 14 എണ്ണത്തിൽ നിന്ന് ശേഖരിക്കാം എന്നുള്ളതാണ്
24 റവന്യൂ വകുപ്പിലെ മണൽ ഓഡിറ്റിംഗ് രേഖപ്പെടുത്തുന്ന വസ്തുത. പിന്നെയും കിടക്കുക 33 നദികൾ. ആ 33 നദികളിലും വൻ മണൽ ശേഖരമാണ് ഉള്ളത്. അപ്പോൾ അതായത് ഓരോ വർഷവും മണൽ ശേഖരിക്കുകയാണെങ്കിൽ 10,216 കോടി രൂപയുടെ മണൽ ശേഖരിച്ച് വിൽക്കാൻ പറ്റുമെന്നാണ് പഠനം പറയുന്നത്. പക്ഷേ ആ തരത്തിലൊന്നും മുന്നോട്ട് പോകാൻ അനുവദിച്ചില്ല ഈ മാഫിയ. പിന്നെ അതുപോലെ ഈ മണ്ണും മണലും മാറ്റുമ്പോൾ 3 മീറ്റർ ആഴത്തിൽ വരെ മാത്രമേ മണ്ണെടുക്കാവൂ എന്ന സുപ്രീം കോടതി വിധി നിലവിലുണ്ട്. ഓക്കെ, ആ കോടതി വിധി സുപ്രീം കോടതി വിധി അനുസരിച്ച് ആണെങ്കിൽ പോലും 83,000 കോടിയുടെ മണൽ ലഭിക്കുമെന്നാണ് പറയുന്നത് കേരളത്തിലെ നദികളിൽ നിന്ന് ഒരു വർഷം. അപ്പോൾ ഈ പെരുവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയുമില്ല. അങ്ങനെ മണൽ സംഭരിച്ച് ആ പണം ഖജനാവിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഈ ഒരു കാരണവശാലും 1-2 മഴ കൊണ്ട്, അതായത് ഈ ക്വാറി മനുഷ്യവാസത്തിൻ്റെ അടുത്ത് നിന്ന് 50 മീറ്റർ വരെ ക്വാറിയാകാം എന്ന നിയമമില്ലായിരുന്നെങ്കിൽ ഉരുൾപൊട്ടലുകൾ ഇത്ര സാധാരണമാവുകയില്ലായിരുന്നു കേരളത്തിൽ. അതൊന്ന്. 2, മണൽ വാരിയിരുന്നെങ്കിൽ ഒഴുകി വരുന്ന ജലം ഈ പറയപ്പെട്ട പുഴകളിലൂടെ ഒഴുകിപ്പോകുമായിരുന്നു. അത്ര പെട്ടെന്ന് കടന്ന് മനുഷ്യവാസ മേഖലകളെ മുക്കില്ലായിരുന്നു. ഇതിൻ്റെയൊക്കെ കുറ്റക്കാരൻ ഈ 2 മാസം മുൻപ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ വി ഡി സതീശനാണോ അതോ കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഗവൺമെൻറ്റാണോ? ആ ഗവൺമെൻറ്റിനെ ഈ ക്വാറി എംസാൻഡ് മാഫിയ ബഹുകോടികൾ, എത്ര കോടികളെന്ന് നമുക്കറിഞ്ഞുകൂടാ, പല മേഖലകളിലും പല സ്ഥലങ്ങളിലുമായി കൊടുത്ത് വശീകരിച്ചു. അതിൻ്റെ ഫലമാണ് ഈ മണൽ വാരൽ പ്രക്രിയ നടക്കാതിരുന്നത്. അങ്ങനെ മണൽ വാരൽ പ്രക്രിയ നടക്കാതിരുന്നതിൻ്റെ ദുരന്ത ഫലമാണ്, ഞാൻ ഓർമ്മിക്കുകയാണ്, രാജു എബ്രഹാം എന്ന് പറഞ്ഞ MLA നടത്തിയ പ്രഖ്യാപനങ്ങളും ബഹളങ്ങളും ഒക്കെ എന്തായിരുന്നു. ആര് കേട്ടാലും ഇയാളുടെ തലയ്ക്ക് എന്തോ സംഭവിച്ചു പോയി എന്ന് പറയാതിരിക്കില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭരിച്ചതിന് ജനം കൊടുത്ത തിരിച്ചടിയാണ് ഈ 35 സീറ്റിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നത് എന്ന എളിമ പോലും ഇല്ലാതെ അങ്ങ് ഉച്ചൈസ്തരം പ്രസംഗിച്ചേക്കുകയായിരുന്നു. എന്തൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ അവരെ പോലെയുള്ളവരാണ് പ്രോത്സാഹിപ്പിച്ച് പല ഈ വിക്ടിംസിനെ, അതായത് ഈ പ്രളയത്തിൻ്റെ വിക്ടിംസിനെ കൊണ്ട് സർക്കാരിനെതിരെയും വി ഡി സതീശനെതിരെയും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ വൃത്തികെട്ട ഭാഷയിലൊക്കെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ഇത്തരക്കാരാണ്. അപ്പം ഓർക്കണം, അവരുടെ 10 വർഷത്തെ ചെയ്തികളുടെ അനന്തര ഫലമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്, കഴിഞ്ഞ വർഷവും ഇനി വരും വർഷങ്ങളിലും. പക്ഷേ ഈ ഗവൺമെൻറ് ശക്തമായ നിലപാടെടുക്കുകയും മണ്ണും മണലും മാഫിയായുടെ താല്പര്യത്തിന് നിന്നുകൊടുക്കാതെ ഏതെങ്കിലും ഒരു മന്ത്രി, ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുക, ഇവിടെ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു വകുപ്പോ ഇത്തരം മാഫിയകളുടെ താല്പര്യത്തിന് അനുസരിച്ച് തുള്ളുന്നു എന്ന് തോന്നിയാൽ ഉച്ചൈസ്തരം അത് വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കുകയില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് തന്നെ ഞാൻ തറപ്പിച്ചു പറയുന്നു. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ കിടക്കെ പോലും ഡിപ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യത്തിൽ പോലും താങ്കൾ ഇത്ര ശക്തമായ ചോദ്യങ്ങളുമായി മുൻപോട്ട് വരുമ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ പറയപ്പെട്ട ഈ UDF ഗവൺമെൻറ് തലയിൽ കരങ്ങൾ ശുദ്ധമല്ല എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്കതിനെ ചെറുത്തു നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഞാൻ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അത് സാധ്യമല്ല. കാരണം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പുഴയിലെ മണ്ണും മണലുമൊക്കെ മാറ്റിക്കളയാത്ത കഴിഞ്ഞ 10 വർഷത്തെ ഭരണക്കാരാണ് ഈ പ്രളയത്തിൻ്റെയും ഈ 26 മരണത്തിൻ്റെയും ഒക്കെ കാരണക്കാരെന്ന്. രാജേഷിൻ്റെ മരണം അതും ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ അതായത് സ്വന്തം ജീവൻ ബലി അർപ്പിച്ചുകൊണ്ട് മറ്റൊരുവിനെ രക്ഷപ്പെടുത്തി, ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയ ആ നല്ല മനുഷ്യൻ, സാധാരണ മനുഷ്യർക്ക് ഋഷിതുല്യന്മാർക്ക് പോലും കഴിയാത്ത അത്ര വലിയ സ്വയം ത്യാഗമാണ് ആ നല്ല മനുഷ്യൻ രാജേഷ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള രാജേഷ്മാരുണ്ട് എന്നിരിക്കെയാണ്
LDF ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ 26 ജീവൻ അപഹരിച്ചത്, എത്രയോ പേരെ സങ്കടക്കടലിലേക്ക് തള്ളിവിട്ടത് നമ്മൾ കണ്ടു. പിന്നെ ഇന്നലെ ഒരു അമ്മ തൻ്റെ മകനും ഭർത്താവും അച്ഛനും നഷ്ടപ്പെട്ടു, അതിൻ്റെ മകൻ്റെ ബോഡി പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് രോഷാകുലയാകുന്ന, പൊട്ടിക്കരയുന്ന, എനിക്ക് ഭ്രാന്തിളകുന്നു എന്ന് പറഞ്ഞ് കരയുന്ന രംഗം നാം കണ്ടു. അതൊക്കെ ഈ കഴിഞ്ഞ 10 വർഷ ഭരണത്തിൻ്റെ, കാരണം മുതലപ്പൊഴി പോലെയുള്ള പൊഴികൾ എല്ലായിടത്തും ഉണ്ട്. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി വന്നപ്പോൾ അതിൻ്റെ റീഹാബിലിറ്റേഷൻ പദ്ധതികൾ നന്നായിട്ട് ചെയ്തു കൊടുത്തില്ല? അതുപോലെ തന്നെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ പൊഴികളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനനുസരിച്ച് ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോളം ഇങ്ങോളം ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനൊന്നും താങ്കളുടെ ഈ ചോദ്യം അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല മിസ്റ്റർ VD സതീശനാണ് കുറ്റക്കാരനെന്ന്. അദ്ദേഹം പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഒരു അസറ്റ് പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയുമല്ല, അദ്ദേഹം എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെയൊക്കെ പിന്നെ ഇങ്ങനെ കാതു കൂർപ്പിച്ച് കണ്ണ് തുറന്ന് ഇരിക്കുന്ന മീഡിയകളും വ്യക്തികളുമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായി നടത്തേണ്ട ചില കാര്യങ്ങളൊക്കെ കണ്ടെന്നിരിക്കും. ഫോർ ദ ടൈം ബീങ് എന്നും രഹസ്യമാക്കി വെക്കാനല്ല. അദാനി വന്ന് പിണറായി വിജയനെ കണ്ടതുപോലെ കണ്ട് കൈമടങ്ങ് കൊടുത്ത് പിണറായി വിജയനെ അദാനി പോർട്ടിൻ്റെ കൂടെ നിർത്തിയതുപോലെ ഏതെങ്കിലും ഒരാൾ വന്ന് ഒരു കൈമടങ്ങ് കൊടുത്ത് സതീശനെ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് പിന്നെ പങ്കുപറ്റുകാരനാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഈ സംസ്ഥാനത്തെ ജനങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇത്ര വലിയ ഭൂരിപക്ഷത്തോടെ 102 സീറ്റോടെ അദ്ദേഹം ഭരണത്തിൽ വരില്ലായിരുന്നു. അപ്പം എൻ്റെ വിശ്വാസം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ ഹെലികോപ്റ്ററിനെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, എന്തായാലും വെറുതെ കിടന്നാലും എന്തായാലും 80 ലക്ഷം കൊടുത്തേ തീരൂ. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ബിസിനസ് മീറ്റിന് നേരത്തെ ചെല്ലണം. നേരത്തെ അദ്ദേഹം വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്തു. അതിൽ ചെന്ന് കാണുന്നതിന് മുൻപേ കണ്ട് മറുപക്ഷത്തിന് നേരത്തെ തന്നെ എവിടെയോ പോകാൻ അവർക്കും പ്ലാനുണ്ട്. അവർ വ്യവസായികളാണ്, മുഖ്യമന്ത്രി അല്ലെന്ന് വിചാരിച്ച് അവരുടെ പ്ലാൻ അനുസരിച്ച് അവർക്ക് മൂവ് ചെയ്യേണ്ടേ. അവർ ടിക്കറ്റ് എടുത്ത ഏതെങ്കിലും ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ പോകണ്ടേ. അതല്ലെങ്കിൽ വേറൊരു മൂന്നാമതൊരു കക്ഷിയെ അവർക്ക് മീറ്റ് ചെയ്യേണ്ട സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവർക്ക് ചെയ്യണ്ടേ. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ താല്പര്യം അനുസരിച്ച്, ഒരു മുഖ്യമന്ത്രിയുടെ താല്പര്യം അനുസരിച്ച് സാധാരണ രീതിയിൽ നല്ല വലിയ പ്രമുഖ വ്യവസായികളൊന്നും തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ താല്പര്യം അനുസരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയാകട്ടെ പ്രധാനമന്ത്രിയാകട്ടെ അങ്ങനെ നീങ്ങണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തീരുമാനിക്കപ്പെട്ട ആ വിഷയം തീരുമാനിക്കപ്പെട്ട സമയത്ത് തന്നെ ആ ഡിസ്കഷൻ നടത്തണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പദവിയുടെ മഹത്വമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ മഹത്വം കളഞ്ഞു പോകാതിരിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം അവിടെ പെരുമാറുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പാർട്ടിക്ക് പോയി എന്നൊക്കെ പറയുന്നത് നേരത്തെ ഫിക്സ് ചെയ്ത കാര്യങ്ങളാണ്. അതൊന്നും മഴ മുന്നറിയിപ്പ് അനുസരിച്ച് ഫിക്സ് ചെയ്തതല്ല. അപ്പോൾ നേരത്തെ ഫിക്സ് ചെയ്ത് നമ്മുടെ UDFൻ്റെ ഭാഗമായ ഒരു പാർട്ടി വളരെ വിപുലമായ രീതിയിൽ ഒരു പാർട്ടിയൊക്കെ സംഘടിപ്പിച്ച് ഒരു സൽക്കാരമൊക്കെ സംഘടിപ്പിച്ചിരുത്തി ക്ഷണിച്ച് ചെല്ലുമെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് അയ്യോ അതേ വെള്ളപ്പൊക്കം എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പിരിഞ്ഞു പോകാമായിരിക്കാം. പക്ഷേ അവിടെയും ഒരു അനാവിജിത്യമുണ്ട്. അത് തന്നെയുമല്ല, അദ്ദേഹം എന്താണ് ചെയ്തത്? പാളയത്തിൽ പട നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാളയത്തിലുള്ള ഓരോ മന്ത്രിയെയും, അതായത് റവന്യൂ മന്ത്രി മുതൽ എക്സൈസ് മന്ത്രി മുതൽ ഓരോ മന്ത്രിയെയും അവരവരുടെ ചുമതല നല്ലവണ്ണം നിർവഹിക്കണമെന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്ന ഉപദേശങ്ങളും കൊടുത്തിട്ടാണ് അദ്ദേഹം ആ സൽക്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് പോയത്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കീറി മുറിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു തരത്തിലും പാടുള്ളതല്ല. ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നേണ്ടിയിരിക്കുന്നു. പ്രയോറിറ്റി ഏതിന് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പ്രയോറിറ്റി അദ്ദേഹത്തിന് പ്രളയത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വേണ്ടപ്പെട്ട മന്ത്രിമാരോടും MLA മാരോടും ഒക്കെ
വേണ്ട കരുതൽ എടുക്കണം, നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞ് രാത്രിയിലും പകലും അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നതും അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങുകൾ കഴിഞ്ഞപ്പോൾ എത്രയും നേരത്തെ അദ്ദേഹം ആ സ്ഥലത്ത് എത്തുകയും ചെയ്തത്. അതുമാത്രവുമല്ല, അവരെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിലും അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ ഇതുവരെ ആരും കാണിക്കാത്തത്ര സ്നേഹവായ്പോടെയും കരുതലോടെയുമാണ് അദ്ദേഹം ആ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ജമേഷ്, എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഒരു പുനരാലോചനയുടെ ആവശ്യമോ അത്ര വലിയ തെറ്റോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ എന്താ പറയുക, ചെറിയ ചെറിയ പാളിച്ചകൾ മനുഷ്യ സഹജമാണ്. അതും തന്നെയല്ല, അദ്ദേഹം ആദ്യം ആണ് ഇങ്ങനെയുള്ളൊരു മന്ത്രിയുടെ പദവിയിലേക്ക് എത്തുന്നത്. അപ്പോൾ പിന്നെ അനുഭവ സമ്പത്ത് കുറവാണ് ആ മേഖലയിൽ എന്നുള്ളതും ഒക്കെ നമ്മൾ കണക്കിലെടുക്കണം. പക്ഷേ അനുഭവ സമ്പന്നനായ മുഖ്യമന്ത്രിയെ പോലെയാണ്. കാരണം ഈ 2 മാസം കൊണ്ട് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി കൂലങ്കഷമായി ചിന്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി നടപടികൾ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി എനിക്ക് അങ്ങനെ ഒരു ധാരണ, അതായത് അദ്ദേഹത്തിന് ചുവടുകൾ പിഴയ്ക്കുന്നു എന്ന ധാരണ എനിക്കില്ല. പിഴയ്ക്കാത്ത ചുവടുകളോടെ, അതായത് ശ്രദ്ധയോടെ ചുവടുകൾ വയ്ക്കുന്നവന് ചുവടുകൾ പിഴയ്ക്കുകയില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി എന്നൊക്കെ വരാം. അതിൽ കൂടുതൽ ചുവടുകൾ പിഴയ്ക്കുകയില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു 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 വ്യക്തിയാണ് ഞാൻ. അപ്പം ഞാൻ പറയുകയാണ്, അദ്ദേഹം മുന്നോട്ട് തന്നെ പോകും. ശക്തമായ കാൽവയ്പ്പുകളോടെ, ശക്തമായ തീരുമാനങ്ങളോടെ വിജയം തന്നെയാകും അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്.